ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനാണ് നിങ്ങളുടെ കുറുക്കൻ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫ്രോസൺ മാളാണ് പോകുന്നത് ഗൈസ്. ഇത് രാമകൃഷ്ണ ഹോസ്പിറ്റലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് കോയമ്പത്തൂരിലേത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രോസൺ മാൾ പോകുന്നത്. ഏകദേശം ഇവിടെ നിന്ന് 10 കിലോമീറ്ററോളം വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പോകുന്നത് ഗാന്ധിപുരത്ത് നിന്നാണ്. ഗാന്ധിപുരത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം ഫ്രോസൺ മാൾ വരുന്നുണ്ട്. ഈ പാലങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ പോയാലാണ് ഫ്രോസൺ മാൾ വരിക ഗൈസ്. അടിപൊളിയാണ്. കോയമ്പത്തൂരിൻ്റെ ഒരു പ്രത്യേക ക്ലൈമറ്റാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മുഖേന ലഭിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എവിടെയാണ് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഫ്രോസൺ മാളാണ് പോകുന്നത്. ഫ്രോസൺ മാൾ എന്ന് പറഞ്ഞാൽ ഒരു മാളിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്തിനായിരിക്കും ഫ്രോസൺ മാൾ പോവുക? സാധനങ്ങളും ഗെയിംസും തിയേറ്ററും എല്ലാം ഉണ്ടാവും അവിടെ. അങ്ങനെ ഫ്രോസൺ മാളിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. അതിൽ തന്നെ KFC എല്ലാ ബ്രാൻഡ് KFC ഒക്കെ പറയുമ്പോഴേ വായിൽ വെള്ളം ഊറുണ്ടാവും അല്ലേ. KFC അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇവിടെ ഫ്രോസൺ മാൾ പൊളിയാണ് ഗൈസ്. ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ മാളാണ് ഫ്രോസൺ മാൾ. ഇപ്പോൾ ബ്രോഫിക്സ് പുതുതായിട്ട് പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബ്രോഫിക്സ് ഇപ്പോൾ ഫസ്റ്റിൽ നിൽക്കേണ്ട. പക്ഷേ ഫ്രോസൺ മാൾ അടിപൊളിയാണ് ഗൈസ്. കാണാനും പാർക്കിംഗ് ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഏകദേശം നമ്മളിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ താഴെ കുറച്ച് ദൂരത്തോളം പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ അവിടെയാണ് പാർക്കിംഗ് സൈഡ് വരിക. അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടത്. പാർക്കിംഗ് ചാർജസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ 4 മണിക്കൂറിന് 40 രൂപയോളം വരുന്നത്. അതിലും കൂടുതൽ വരുമ്പോൾ എക്സ്ട്രാ ചാർജസ് അവർ വാങ്ങുന്നുണ്ട്. സോ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ മാളിക്ക് പോകുമ്പോൾ മാളിലൊന്നും അധികം ക്യാഷൊന്നും ആരും വാങ്ങുന്നില്ല. ഫ്രീ തന്നെ, മാളിൽ ഫുള്ള് ഫ്രീ തന്നെ. എന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ മാളിൽ കാശ് കൊടുക്കേണ്ടതുള്ളൂ. മാള് അടിപൊളിയാണ്. ഉള്ളിലേക്ക് പോകുന്തോറും സൂപ്പറാണ് ഗൈസ്. പിന്നെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്രാൻഡും ഡെല്ല്, HP, ലെനോവ അങ്ങനത്തെ ലാപ്ടോപ്സിൻ്റെ ബ്രാൻഡും മൊബൈലിൻ്റെ ബ്രാൻഡും പൂർവിക, സുപ്രീം മൊബൈൽസ്, എല്ലാ മൊബൈൽസ് വാങ്ങണമെങ്കിലും ലാപ്ടോപ്പ് വാങ്ങണമെങ്കിലും എല്ലാം ഇവിടെ തന്നെ വരാം. പിന്നെ ഇവിടെ ഒരു സൂപ്പർ സിനിമ തിയേറ്റർ ഉണ്ട്. അതിൻ്റെ പേരാണ് ഐനാക്സിൽ സിനിമ കാണാൻ ഒരു പ്രത്യേക ഒരു ഇതാണ്, ഫീലാണ്. എന്താണ് കാർ പാർക്കിങ് കണ്ടോളൂ കേട്ടോ. ഐനാക്സിൽ സിനിമ കാണാൻ ഒരു പ്രത്യേക ഫീലിംഗാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളിൽ വന്നിട്ട് ഐനാക്സിൽ സിനിമ കാണാണ്ട് എങ്ങനെ പോകാനാണ്? ഓക്കെ നോ മാസ്ക് നോ എൻട്രി. മാസ്ക് ഇല്ലാണ്ട് എൻട്രി ഇല്ലെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ കൊറോണ സമയമല്ലേ, എല്ലാവരും സൂക്ഷിച്ചിരിക്കും കേട്ടോ. നമ്മൾ വീഡിയോ ഇടുന്നു എന്നെങ്കിൽ പോലും നിങ്ങളൊക്കെ സേഫ്റ്റി ആയിരുന്നാലേ നമ്മുടെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കണേ. അപ്പോൾ മാളിൻ്റെ മുൻവശത്ത് തന്നെ അതാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കണം എന്നാണ് മാളിൻ്റെ മുൻവശത്ത് തന്നെ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ കണ്ടോ എന്ത് സൂപ്പറായിട്ടുണ്ടല്ലേ, അടിപൊളിയാണ്. ഇനി നിങ്ങൾ വാച്ച് ചെയ്യൂ. നോർമലി ഞാൻ ഗെയിംസും കാര്യങ്ങളൊക്കെ ഫ്രീ ഗെയിംസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ബർഗർ കാര്യങ്ങൾ, പിന്നെ സെയിൽസിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സെയിൽസ് ഓഫേഴ്സ് കിട്ടുന്നതായിരിക്കും. ഓരോരോ ബ്രാൻഡ്, എല്ലാ ബ്രാൻഡില്ലേ, അഡിഡാസ്, പ്യൂമ, എല്ലാ ബ്രാൻഡുണ്ട്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് പൊങ്കൽ സമയമാണ്. അപ്പോൾ അതിൻ്റേതായ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മുന്നിൽ ഫസ്റ്റ് തന്നെ നിങ്ങളൊരു പശുവിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ഇവിടെ തമിഴ്നാട്ടിൽ മെയിനായിട്ട് പൊങ്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ വിശേഷം കാര്യങ്ങളൊക്കെയാണ്. സോ അതിൻ്റെ ഒരു ഇതുണ്ടാവും ഫ്രോസൺ മാളിൻ്റെ മുന്നിൽ. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. ഏകദേശം സൂപ്പറായിട്ട് നല്ല ഡിസൈനിങ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഐ ലൈക്ക് ഇറ്റ്. നിങ്ങൾ നോക്കി നോക്ക്, ഇത് സൂപ്പറായിട്ട് അല്ലേ, കാണാൻ തന്നെ സൂപ്പറാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് വാച്ച് ചെയ്യൂ. അപ്പോൾ ഇതിൽ ഫ്രീ ഗെയിംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും. പിന്നെ ഹൊറർ ഹൗസ് ഉണ്ടാവും, മറ്റേ പേയ് ബംഗ്ലാവ് എന്നൊക്കെ പറയില്ലേ, അത് മതി ചെറുതായിട്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോകാൻ കുറച്ച് റിസ്ക്കാണ്. പിന്നെ ഗെയിംസ് എല്ലാം കണ്ടില്ല, മുന്നിൽ തന്നെ വണ്ടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾ ഉള്ളിലേക്ക് ശരിക്കും വാച്ച് ചെയ്യും. വാച്ച് ചെയ്ത് അല്ല ആരും മിസ്സാക്കരുത് കേട്ടോ. ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു മാളാണ്. നിങ്ങളെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ മാക്സിമം വരാൻ നോക്കി
ടൈം നമ്മൾ വേസ്റ്റ് ആക്കുന്ന ഓരോ ടൈമും നമുക്ക് കോയമ്പത്തൂർ വരുമ്പോൾ ചുമ്മാ വന്ന് പോയി നിന്ന് ഇരിക്കാണ്ട് ഇവിടേക്ക് ഒന്ന് വന്ന് കയറി ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് അടിച്ച് പൊളിച്ചിട്ട് ഗെയിംസൊക്കെ കളിച്ച് പോകാൻ നോക്കി കേട്ടോളെ. പിന്നെ ഐനാക്സിൽ വന്നിട്ട് ഏതെങ്കിലും സിനിമ നല്ല സിനിമ ഉണ്ടെങ്കിൽ അതും കണ്ടിട്ട് പോകാൻ നോക്കി. ഐനാക്സിൽ സിനിമ കാണുന്ന ഒരു പ്രത്യേക ഫീലാണ്. ആ ഫീലും പിന്നെ KFC ചിക്കനൊക്കെ കഴിച്ച് പൊളിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾ വരുമ്പോൾ മാക്സിമം പ്രോസോൺ മാൾ വരാണ്ട് പോകരുത് കേട്ടോ. പ്രോസോൺ മാൾ ഒരു അടിപൊളി മാളാണ്. സോ മാൾ കാണാൻ തന്നെ പൊളിയാണ്. നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുള്ളും വാച്ച് ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ടോട്ടലി വാച്ച് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ കുറുക്കൻ വ്ളോഗ്സ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, മറക്കരുത് കേട്ടോ ഗൈസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം.